ഏപ്രിൽ 1-ന് 10% DA കിട്ടുമോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ചും ചില ആളുകൾ ആശങ്കകൾ ചോർത്തിയിട്ടുണ്ട്. എന്തായാലും അത് കിട്ടാനാണ് സാധ്യത. കാരണം ഏപ്രിൽ 1-ന് 10% കൊടുക്കും. 10% നേരത്തെ പ്രഖ്യാപിച്ചതാണല്ലോ. 3%, 13 ഉണ്ടായിരുന്നു, 3 നേരത്തെ പ്രഖ്യാപിച്ചു, പിന്നെ 10 പ്രഖ്യാപിച്ചതാണ്. അതെന്തായാലും കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ 8 ഗഡുക്കളാക്കിയതിനെ സംബന്ധിച്ചാണ് ഉത്തരവിറങ്ങാത്തത്. പക്ഷേ ഇതിൽ സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ, ഒരു ക്ലാരിറ്റി വേണം എന്ന് പലരും ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും 10% എന്നുള്ളത് കിട്ടും. പക്ഷേ അപ്പോൾ DR എന്ന് കിട്ടും എന്നുള്ളതാണ്. DR അടുത്ത മാസമാകുമോ, ഈ മാസം കിട്ടുമോ? DR സ്വാഭാവികമായിട്ട് ഒരു മാസം താമസിച്ചാണ് എപ്പോഴും കിട്ടുന്നത്. അപ്പോൾ മാർച്ച് മാസത്തെ ശമ്പളം ഏപ്രിൽ 1-ന് കിട്ടുമ്പോൾ ഏപ്രിൽ 1-ന് DR കിട്ടുകയാണെങ്കിൽ മാർച്ചിൽ കിട്ടേണ്ടിയിരുന്ന DR ഏപ്രിലാവും. ഒരു മാസം താമസിച്ച് തന്നെയാണ് കിട്ടുന്നത്. എന്തായാലും അത് കിട്ടുന്നു. ഇലക്ഷൻ അടുക്കുമ്പോൾ ഇത് കിട്ടുന്നതൊരു വലിയ സഹായമാണ്. പക്ഷേ അതിനനുസരിച്ച് വോട്ടൊക്കെ മാറുമോ ഇല്ല എന്നുള്ളതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട വിഷയമാണ്, നമുക്കറിയില്ല. പക്ഷേ ഇതിനിടയിൽ ശമ്പള പരിഷ്കരണത്തിൻ്റെ കമ്മീഷൻ മുങ്ങിയിരിക്കുകയാണ്. അവരുടെ യാതൊരു പ്രവർത്തന വിഷയവും കേൾക്കാനില്ല. അവർ ഓഫീസ് പ്രവർത്തനം തുടങ്ങിയോ, സിറ്റിംഗ് വല്ലതും നടത്തിയോ, ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും അഭിപ്രായം എടുത്തോ എന്നൊന്നും ഒരു വിവരവും കിട്ടുന്നില്ല. അത് വാർത്തകളൊന്നും തന്നെ പുറത്ത് വരുന്നില്ല. തിരക്കിയിട്ട് അതിനെ സംബന്ധിച്ച് അവർ സിറ്റിംഗ് ചേർന്നതായിട്ട് പോലും കേൾക്കുന്നില്ല. മാസം ഇപ്പോൾ 1 കഴിഞ്ഞു. ഇനി 2 മാസമേ അവർക്കുള്ളൂ. ഏപ്രിൽ മെയ് കൂടെ ഉണ്ട്. ജൂൺ 6-ന് മുമ്പ് അവർ ഇത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിയാറാകുന്നു, അവരിത് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അഷ്യൂർഡ് പെൻഷൻ്റെ കാര്യത്തിലും വലിയൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. മെഡിസെപ്പിൻ്റെ 2 ആഴ്ചക്കാലമായി മെഡിസെപ്പിൻ്റെ സൈറ്റിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് മെഡിസെപ്പ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വലിയ വിഷയവും മെഡിസെപ്പിൻ്റെ കാര്യത്തിൽ കിടപ്പുണ്ട്. മെഡിസെപ്പിനെ പോലുള്ള കാര്യങ്ങളൊക്കെ 2 മണിക്കൂർ പോലും സൈറ്റ് പ്രശ്നം വരാൻ പാടില്ല. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ക്ലെയിം കിട്ടേണ്ടതാണ്. ചികിത്സിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ക്ലെയിം പൈസയായി കിട്ടേണ്ടതല്ലേ. പക്ഷേ അത് അല്ലെങ്കിൽ ക്യാഷ്ലെസ് ആക്കണം അവർ. പിന്നെ കമ്പനി മറ്റ് പല സ്റ്റാർ ഹെൽത്തിൻ്റെയും മറ്റ് ESIക്ക് പോലും ക്യാഷ് ലെസ്സാണ്. ക്യാഷ് അടയ്ക്കണ്ട, ഒരു പൈസ അടയ്ക്കണ്ട എന്നുള്ള ഒരു സമീപനമുണ്ട്. പക്ഷേ അത് ഇവിടെ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും വളരെ രസകരമാണ് കാര്യങ്ങൾ. തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായാലും ബാക്കി DA ഒന്നും കിട്ടാൻ ഒരു സാധ്യത കാണുന്നില്ല. 1-ാം തീയതി കിട്ടിയാൽ പിന്നെ 4-ാം തീയതിക്കകത്ത് എന്തായാലും അടുത്ത DA കിട്ടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ 8 ഗഡുക്കളാക്കിയിട്ടുള്ളതിൻ്റെ DA കിട്ടാൻ ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. പക്ഷേ 10% ആക്കിയ DA കിട്ടും. അപ്പോൾ DA ഒക്കെ കിട്ടുമ്പം 10% കിട്ടുന്നതുകൊണ്ട് നല്ല കാശൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ചാനലിനൊക്കെ കുറച്ച് പൈസയൊക്കെ നിങ്ങളൊക്കെ അയച്ചു തരിക, സംഭാവനയൊക്കെ തരണം. അതും കൂടെ പറയാനാണ് ഞാൻ പ്രധാനമായിട്ട് ഇപ്പോൾ വന്നത്. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ വാട്സപ്പ് നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്, അതിനകത്ത് കാശൊക്കെ അയച്ചു തരണം. വളരെ നല്ല ഒരു തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ശമ്പള പരിഷ്കരണത്തെക്കുറിച്ചും അഷ്യൂർഡ് പെൻഷനെക്കുറിച്ചും മെഡിസെപ്പിനെക്കുറിച്ചുമുള്ള ആശങ്ക ഇപ്പോഴും കൃത്യമായി തുടരുകയാണ്. അത് ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് മാത്രമേ അതിനകത്ത് എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. മന്ത്രിയൊക്കെ ടൂറിലാണ്, അല്ലെങ്കിൽ അവർക്ക് ഉത്തരവിറക്കാൻ മെഡിസെപ്പിലൊന്നും ഒരു ഉത്തരവിറക്കാൻ കഴിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ അഷ്യൂർഡ് പെൻഷനിൽ ഉത്തരവിറക്കാൻ കഴിയത്തില്ല. ടൂറെന്നുള്ളതല്ല, മന്ത്രി ഇലക്ഷനിലാണ്. അപ്പോൾ ഇനിയിപ്പം അവർക്ക് ഉത്തരവിറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ DAയെ സംബന്ധിച്ചും 8 പ്രാവശ്യമായിട്ട് കൊടുക്കും എന്ന് പറയുകയും അത് PFൽ ലയിപ്പിക്കുമെന്നൊക്കെ പറയുന്നു. പക്ഷേ പറയുന്നതല്ലാതെ ലയിപ്പിക്കുമായിരിക്കും, പക്ഷെ അത് പറഞ്ഞിട്ടില്ല. PFൽ ലയിപ്പിച്ചാലും എന്നെടുക്കാൻ പറ്റും, എത്ര കാലം കഴിഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ചും ഒരു ധാരണയുമില്ല. ഇതിനിടയിൽ ഹൈക്കോടതിയിൽ കിടക്കുന്ന കേസും തീരുമാനമാകാതെ കിടക്കുകയാണ്. അങ്ങനെ കേസ് കിടപ്പുണ്ട്, അതും തീരുമാനമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും, 10% കിട്ടും. കാരണം അത് കിട്ടുമോ എന്ന് ഒരുപാട് പേര് നമ്മളോട് വിളിച്ച് ചോദിക്കുകയും മെസ്സേജ് ഇട്ട് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സാറേ 10% കൊടുക്കൂലേ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ ദിവസം വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിനകത്ത് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും 10% കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കൃത്യമായി എല്ലാവർക്കും കിട്ടും. ബാക്കിയുള്ളതിനെ സംബന്ധിച്ചാണ് ഈ അനിശ്ചിതത്വം ഉള്ളത്. അത് മിക്കവാറും ഉത്തരവുകൾ ഇനി ഇറങ്ങേണ്ടതുണ്ട്. അടുത്ത ഉത്തരവുകൾ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും DAയും DRും ലഭിക്കുക തന്നെ ചെയ്യും.